നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കടബാധ്യതകൾ മാറുന്നതിനെ പറ്റിയാണ്. അപ്പം കടങ്ങളില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും കടങ്ങളുണ്ട്. എന്നുള്ള ചെറിയ കടങ്ങളെങ്കിലും ഇല്ലാത്തൊരു വീട് കാണത്തില്ല. പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ വീടുകളിലും ഇല്ല കേട്ടോ, കടങ്ങളില്ലാത്ത വീടുകളും ഉണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. അപ്പം നമ്മൾ അടുക്കളയിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ കടങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന പൈസ കിട്ടുമെന്നല്ല പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ട പൈസകൾ കിട്ടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ജോലിക്ക് കയറുക. ആ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിന് നമുക്ക് ചില ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് വേണ്ട, നിർത്തിച്ചെങ്കിൽ പോന്നാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവൊക്കെ നമുക്ക് ബാധിക്കും. അപ്പം നമ്മൾ അങ്ങനെ നിർത്തിച്ചൊക്കെ പോകുന്ന കഴിയുമ്പോൾ നമ്മുടെ വരുമാനം നിന്നു, നമുക്ക് വീണ്ടും കടങ്ങളായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം വേണ്ടേ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഷെയറും കൂടി ചെയ്യുക. അതുപോലെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളാണെന്ന് പറഞ്ഞാലും ആ ഒരു പണിക്ക് നമുക്ക് ദിവസം പണിയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമാനം വരത്തുള്ളൂ. നമുക്ക് ദിവസം പണിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടത്തില്ല. ചിലപ്പോൾ ഇന്ന് ജോലിക്ക് പോയാൽ നാളെ ജോലിക്ക് പോകാൻ പറ്റാതെ വരിക, ഒന്നെങ്കിൽ മടി, അല്ലെങ്കിൽ എന്നേലൊരു തടസ്സങ്ങളൊക്കെ വന്ന് അങ്ങനെയൊക്കെ നമുക്ക് തടസ്സങ്ങളാവും. പിന്നെ രോഗങ്ങൾ മാറാതിരിക്കുക, അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും എണ്ണ ഉണ്ടാക്കിയാലും നമ്മുടെ കൈ നിൽക്കുകയില്ല. എപ്പോഴും ഒരു കാരണമില്ല, ചുമ്മാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറിക്കൊണ്ടിരിക്കും, എപ്പോഴും എന്നേലൊക്കെ പ്രശ്നങ്ങളാണ്. അതൊക്കെ നമ്മുടെ വീട്ടിലെ കുറേ നെഗറ്റീവിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കടബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് കടബാധ്യതകൾ കുറയാനായിട്ടുള്ളൊരു വഴിയാണ് പറയുന്നത്. നമുക്ക് അടുക്കളയിൽ തന്നെ ഉപ്പിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഉപ്പെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഐശ്വര്യമുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ അതും കല്ലുപ്പാണ്, പൊടിയുപ്പല്ല. പൊടിയുപ്പ് നമ്മളിപ്പോൾ എല്ലാവരും പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത്. അതല്ല നമുക്ക് ഇത്ര പ്രധാനമായിട്ട് വേണ്ടത്, കല്ലുപ്പ് തന്നെയാണ് വേണ്ടത്. ആ കല്ലുപ്പിലാണ് മഹാലക്ഷ്മിയുടെ ഐശ്വര്യമുള്ളത്. അപ്പോൾ ആ ഒരു നമ്മുടെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട്, അത് നമ്മൾ ഉപ്പ് വെക്കാറുണ്ട്, നമുക്ക് തോന്നരുത് നമ്മൾ ഉപ്പ് വെക്കാറുള്ളത്. ചിലപ്പോൾ നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളങ്ങ് വെക്കും, അത് നമ്മൾ ആവശ്യമുള്ളപ്പം പോയി എടുക്കും. ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല ഇന്ന് വെക്കുന്ന വേറൊരിടത്തായിരിക്കും. അതും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് വേറെ തൊട്ട് മാറ്റി വെക്കും. നമ്മുടെ സൗകര്യം അനുസരിച്ച്, കൈയുടെ ഇതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാറുണ്ട്. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനൊരു സ്ഥാനം ഞാൻ കണ്ടുവച്ചു. അപ്പം നമ്മൾ എപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ അടുക്കളയെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ തീ കത്തിക്കുന്ന, വിറക് കത്തിക്കുന്ന അടുക്കളയുണ്ട്, പിന്നെ നമ്മുടെ ഗ്യാസ് ഉപയോഗിക്കുന്ന അടുക്കളയുണ്ട്. ഈ രണ്ട് ഇതും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും പ്രധാനം കൊടുക്കേണ്ടത് ഈ വിറകടുപ്പിൻ്റെ അവിടെയാണ് പ്രധാനം കൊടുക്കുന്നത്. ഗ്യാസ് അടുപ്പിന് അത്രയും പ്രധാനം കൊടുക്കേണ്ടത്. നമ്മൾ ആ സമയം ഗ്യാസ് ഒരു മുറിയിൽ, തീ കത്തിക്കുന്ന അടുപ്പ് വേറെത്താണെങ്കിലും നമ്മൾ ആ ഒരു വിറക് കത്തിക്കുന്ന അടുപ്പിന് അവിടെ നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുത്താൽ മതി. ഗ്യാസ് അടുപ്പിന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നല്ല, ഗ്യാസ് അടുപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, വിറക് അടുപ്പ് കത്തിക്കുന്നില്ല, ഗ്യാസ് അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അവർ അടുപ്പിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ഉപ്പ് വെക്കേണ്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്തുവശത്താണ് ഉപ്പ് വെക്കേണ്ടത്. അത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും ആ ഒരു വലത്തുവശത്താണ്, നമ്മുടെ കൈയുടെ വലത്തുവശത്താണ് ഉപ്പിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപ്പ് ഭരണി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കല്ലുപ്പാണെങ്കിലും മേടിക്കുന്നത്, ചിലർ ഉപ്പ് നീരായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് മേടിക്കുന്നത് കലക്കി വെക്കാറുണ്ട്. കല്ലുപ്പായതുകൊണ്ട് നമുക്ക് ആ നീരായിട്ട് എടുത്തൊഴിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട്. അപ്പോൾ എന്നെയാണെന്ന് വെച്ചാൽ ഈ കല്ലുപ്പ് എടുത്ത് ഇങ്ങനെ കലക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക്, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കല്ലുപ്പാണ്, എത്രയാണ് നമ്മളത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് ഒരിച്ചിരി അഴുക്ക് പോലൊക്കെ ഇങ്ങനെ പത പോലെ വന്ന് കിടക്കും. അത് നമ്മളങ്ങ് എടുത്ത് കളഞ്ഞേച്ച് വേണം അത് വെക്കാനായിട്ട്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കലക്കി ഇങ്ങനെ വെക്കും, ഇതിനകത്തുനിന്ന് ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ആ ഉപ്പ് താഴുന്നതനുസരിച്ച് ഈ പത അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ അഴുക്ക് കറ പോലെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു നെഗറ്റീവാണ് നമുക്കത് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഒന്ന് കഴുകി വെച്ചിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തൊരു വെള്ളം ഒഴിച്ച് വെച്ചാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് തീരുന്നതെന്ന് പറഞ്ഞാൽ മുഴുവനും തീരാനായിട്ട് നോക്കിയിരിക്കരുത്. അതൊരു അടിവശമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു മുക്കാൽ ഭാഗം ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അടുത്ത് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഭരണി കുറേ നാളത്തേക്ക് നമ്മൾ കഴുകാതെ ഉപയോഗിക്കരുത്. എല്ലാ മാസവും അല്ല എല്ലാ ആഴ്ചയിലും കഴുകണമെന്നല്ല. ഈ ഭരണി നമുക്കറിയാലോ, ഒരു ചെളി പിടിക്കുക, ഒരു അഴുക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഉപ്പ് മുഴുവൻ തീർന്നിട്ട് നമുക്കന്ന് കഴുകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് മുഴുവൻ വടിച്ചെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം കഴുകാൻ നിൽക്കരുത്. അതിനകത്തൊരു ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് എന്നാന്ന് ചോദിച്ചാൽ അതിനകത്ത് നിന്ന് ഉപ്പെടുത്ത് വേറെ പാത്രത്തോട്ട് മാറ്റിയതിന് ശേഷം ആ ഭരണി കഴുകി വെച്ചതിന് ശേഷം വീണ്ടും ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഭരണി എന്ന് പറഞ്ഞാൽ, ഉപ്പിട്ട് വെക്കുന്ന ഭരണി ഈ ഗ്ലാസ് ടൈപ്പ് നിങ്ങൾ ഇട്ട് വെക്കരുത്. ഉപ്പ് ഇട്ട് വെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റുമോ അതിനകത്ത്, അങ്ങനെയുള്ളത് ഇട്ട് വെക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ ഇട്ട് വെക്കുന്ന ഭരണിയിലെ ഉപ്പ് പുറത്തു നിന്ന് ഒരാൾ കാണരുതെന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊരു നെഗറ്റീവാണെന്നാണ് പറയുന്നത്. നമ്മൾ ഗ്ലാസ് പോലത്തെ, ഈ കുപ്പി ഗ്ലാസ് പോലത്തെ കുപ്പിക്കകത്ത് ചിലർ ഇട്ട് വെക്കും. നമ്മൾ ഈ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സൈസ് കുപ്പിക്കകത്ത് ആ ഉപ്പ് ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെക്കരുത്. നമുക്ക് ഉപ്പ് ഇട്ട് വെക്കാനായിട്ട് അല്ലാതെ കളറുള്ള സൈസ്, ഇപ്പോൾ ഇങ്ങനെ ഭരണിയൊക്കെ മേടിക്കാൻ കിട്ടും, നമുക്ക് ഉപ്പിട്ട് വെക്കാൻ പറ്റുന്ന സൈസൊക്കെ, അത്രയും ഭരണിക്കകത്ത് ഉപ്പിട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ ഉപ്പ് എടുത്തതിന് ശേഷം ഭരണി തുറന്നിട്ടേച്ച് പോകരുത്. അതെപ്പോഴും അടച്ച് തന്നെ വെച്ചിരിക്കുക, തുറന്നിടുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ ഉപ്പ് കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സന്ധ്യ സമയത്ത് കടയിൽ നിന്ന് ഉപ്പ് മേടിക്കാതിരിക്കുക. അത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. നമ്മുടെ വീട്ടിലെ സാമ്പത്തികം പടലം കളയുന്നൊരു പരിപാടി
പരിപാടിയാണത്. ഭയങ്കര ഒരു നെഗറ്റീവാണ് നമ്മുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവരുന്നത്. നമ്മളെപ്പോഴും ഉപ്പ് മേടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഒരു 6 മണി വരെ നിങ്ങൾ നോക്കി നിൽക്കേണ്ട, 5 മണിക്ക് മുന്നേ നമ്മുടെ വീട്ടിൽ ഉപ്പ് കൊണ്ടുവരുന്ന രീതിക്ക്, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കുക. ഈ വൈകിട്ട് ചിലപ്പോൾ സാധനം മേടിക്കുന്നതിൻ്റെ കൂടെ ആയിരിക്കും ഉപ്പ് മേടിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഭയങ്കര നെഗറ്റീവാണ് നമുക്ക് വരുന്നത്. എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര നെഗറ്റീവാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് എല്ലാവരും ചോദിക്കുന്നതൊക്കെ ഈ ഇപ്പം നമ്മൾ ഇങ്ങനെ വെക്കുന്ന ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്ന്. ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് വെച്ചാൽ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ടാണല്ലോ തീരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും അതിനകത്ത് നിറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ ഉപ്പ് നമുക്ക് എടുക്കാം. ഉപ്പ് കല്ലുപ്പിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്, പൊടിയുപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്, കല്ലുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചിലർ ഉപ്പ് കല്ല് പൊടിച്ച് വെക്കുന്നവരുണ്ട്. അതും നമുക്ക് ഇതിൽ തന്നെ പെടുത്താവുന്നതാണ്, കല്ലുപ്പിൻ്റെ കൂടെ തന്നെ പെടുത്താവുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അല്ലാതെ പൊടിയുപ്പിൻ്റെ കാര്യമാണ് ഇതിൽ പെടുത്തത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഭരണിയിലാക്കി നമ്മൾ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്ത് സൈഡ് വെക്കണമെന്നല്ലോ. നമ്മൾ ഈ ഉപ്പ് ഭരണി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ എപ്പോഴും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ പലകയോ, അങ്ങനെ പണ്ടുള്ളവരൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചില തറവാട്ടിലൊക്കെ ഉണ്ട് അടുക്കളയിൽ ഉപ്പ് ഭരണി വെച്ചേക്കുന്നതിൻ്റെ പുറത്തൊരു തടിയുടെ ചെറിയൊരു പലക കാണും. ആ പലകയുടെ പുറത്തായിരിക്കും ഉപ്പ് ഭരണി വെക്കുന്നത്. പണ്ടുള്ള വീടുകളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പം ഇന്ന് പറഞ്ഞത് തന്നെ നമ്മളിപ്പോൾ പലക ഇപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാനൊന്നുമില്ല, അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല. കാര്യം ടൈലൊക്കെ ഇട്ടതാക്കി വെച്ചേക്കുന്നിടത്ത് പലക കൊണ്ടുവെക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഈ അടപ്പ് പോലത്തെ കിട്ടുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും അടപ്പ് പോലത്തെ മതി, അത് വെക്കുക. അത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചുമ്മാ എടുത്ത് അതിൻ്റെ പുറത്തൊരു ഉപ്പ് ഭരണി വെക്കരുത്. നമ്മൾ 1 രൂപ കോയിൻ എടുക്കുക. 1 രൂപ കോയിൻ എടുത്ത് ആ 1 രൂപ കോയിൻ വെച്ചതിന് ശേഷം ആ ഉപ്പ് ഭരണി വെക്കുക. എന്നിട്ട് അതിനകത്ത് ഉപ്പ് നിറച്ച് നമ്മൾ വെക്കുക. അത് ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ, ഭയങ്കര പോസിറ്റീവാണ് നമുക്കത് കിട്ടുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും. നമുക്ക് ശരിക്കും നമ്മുടെ സാമ്പത്തിക ഉയർച്ച മാറും നമുക്കറിയാൻ പറ്റും. സാമ്പത്തിക നല്ലപോലെ മാറ്റം നമുക്കറിയാൻ പറ്റും. നമുക്ക് വീട്ടിലേക്ക് സാമ്പത്തികം നമുക്ക് വന്ന് ചേർന്ന് അറിയാൻ പറ്റും. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അന്നേരം ഈ ഉപ്പ് പാത്രത്തിൽ നിറച്ച് ഉപ്പിട്ട് വെക്കുക, അത് അടച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ഈ എപ്പോഴും നമ്മൾ ഉപ്പ് എടുക്കുമ്പം ഉപ്പ് കളഞ്ഞ് നിങ്ങൾ എടുക്കരുത് ഒരിക്കലും. നമ്മൾ ചിലപ്പോൾ ചിലർ സ്പൂൺ കൊണ്ടായിരിക്കില്ല, സ്പൂണാണേലും അതെ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കൈ കൊണ്ട് ഉപ്പ് എടുക്കുവാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഭരണിയിലോട്ട് കൈ ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഇട്ടേച്ച് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കാൻ കയ്യിൽ നിന്ന് കുറേ ഉപ്പ് താഴെ പോയി നിൽക്കും. അങ്ങനെ ഇരിക്കും. ഉപ്പ് നിലത്ത് ഇട്ടേച്ച് നമ്മൾ ഒരിക്കലും പാചകത്തിന് ഉപയോഗിക്കരുത്. എന്നുവെച്ചാൽ അതിൽ നിലത്തുന്നല്ല, നിലത്ത് കളയുകയേ ചെയ്യരുത്. ഉപ്പ് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പ് നിലത്ത് കളയിച്ചാൽ അത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചപ്പോൾ ഒരു ഉപ്പ് ഒരു ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചെന്നിരിക്കട്ടെ, ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിലൊക്കെ നമ്മൾ എടുത്ത് വെച്ചെന്നിരിക്കട്ടെ, ഉപ്പ് കല്ലൊന്ന് ചാലിച്ച് വെച്ചെന്നിരിക്കട്ടെ, അത് നമുക്ക് പിന്നീട് ആവശ്യമില്ലെങ്കിൽ അത് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ചാലിച്ചതിന് ശേഷം നമ്മൾ അത് ഒഴുകി കളയാം. അത് ഈ ഉപ്പ് കല്ലോടുകൂടി കൊണ്ടേ നമ്മൾ കമത്തി കളയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഭയങ്കര ദോഷമാണ്. പിന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഉപ്പ് ഭരണി കഴുകുവാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപ്പ് ഭരണിക്കകത്ത് ഉപ്പ് നിറയ്ക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ്. അഷ്ടമിക്കാണെങ്കിൽ നമ്മൾ തുടക്കത്തിലേ ഉള്ളൂ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഭരണിയിൽ ഉപ്പ് നിറയ്ക്കുമ്പോൾ അത് അഷ്ടമിയാണോ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നീട് അത് കുഴപ്പമില്ല, അഷ്ടമിയാണെങ്കിലും അങ്ങനെയൊന്നും കുഴപ്പമില്ല വെള്ളിയാഴ്ച ദിവസം വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഉപ്പ് പാത്രത്തിനകത്തോട്ട് ആ ഉപ്പ് നിങ്ങൾക്ക് നിറച്ച് വെക്കാം. ഈ വെള്ളിയാഴ്ച ദിവസം നിറയ്ക്കുന്നതാണ് നമ്മുടെ വീടിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹം കിട്ടുന്നത്. ഭയങ്കര ഐശ്വര്യമാണ് കിട്ടുന്നത്. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപ്പ് പറഞ്ഞാൽ തീരെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നമ്മൾ ഇച്ചിരി മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു തീരുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് നിറച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിറച്ച് കൊടുത്ത് നമുക്ക് അതിനകത്ത് വെക്കാം. എപ്പോഴും നിറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഐശ്വര്യം നമുക്ക്. അത് ഫുള്ള് ചിലരുണ്ട് ഉപ്പ് ഭരണിയുടെ ചൂടിട്ട് ഇങ്ങനെ വടിച്ച് മാന്തി കോരി ഒന്ന് കഴുകിയും കൂടി ഇങ്ങനെ എടുത്താലേ പിന്നെ അതിനകത്ത് ഉപ്പിടത്തുള്ളൂ, അല്ലാതെ ഒരു ഉപ്പിടത്തില്ല. അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുപ്പെന്ന് പറയുന്നത് ചിലർക്ക് കിഴക്കുവശത്തോട്ടായിരിക്കും അടുപ്പിരിക്കുന്നത്, ചിലർക്ക് വടക്കുവശത്തോട്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതിലേക്കായിരിക്കും. അപ്പോൾ എവിടെ ഉപ്പ് വെക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. എവിടെ നിങ്ങളുടെ അടുപ്പാണെങ്കിലും നിങ്ങൾ നിൽക്കുന്നതിൻ്റെ വലത്ത് വശത്താണ് ഉപ്പ് ഭരണി വരേണ്ടത്, എവിടെ നിങ്ങൾ നിന്നാലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ നല്ലതാണ്, നമ്മൾക്ക് കിഴക്ക് വശത്തോട്ടാണ് അടുപ്പെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു കിഴക്ക് വശമായിട്ട് വരുള്ളൂ. കിഴക്കോട്ടല്ലേ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിക്കിലേക്ക് തന്നെ വരും ഉപ്പ് പാത്രം. നമ്മൾ മുന്നിലാണല്ലോ ഇരിക്കുന്നത്, മുന്നോട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വരും. നമ്മൾ അടുപ്പിൻ്റെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് വെക്കത്തില്ല, അടുപ്പിൻ്റെ ആ നീക്കിയായിരിക്കും വെക്കുന്നത്. അപ്പോൾ അത് ആ കിഴക്ക് വശം ഒരു ദിക്കായിട്ട് പോലെ വരും. അപ്പം എനിക്കിവിടെ കിഴക്ക് വശത്തോട്ടും അടുപ്പുണ്ട്, വടക്കുവശത്തോട്ടും ഗ്യാസ് അടുപ്പ് വടക്കുവശത്ത്, രണ്ടിൻ്റെ ഒരിടത്തേന് ഉപ്പ് പൊടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ, ഒരിടത്തേന് ഉപ്പ് കല്ലുമാണ് വെച്ചേക്കുന്നത്. അപ്പം അത് ഈ രണ്ടിന്നും ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എവിടെ നിന്നാലും നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്തുവശത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണയും ഉപ്പും കൂടെ ഒന്നിച്ച് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മൾ ഏത് എണ്ണ ആയിക്കോട്ടെ, വെളിച്ചെണ്ണയോ നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് എണ്ണ ആയാലും നമ്മൾ
നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഏത് എണ്ണയാണെങ്കിലും ആ എണ്ണ ഈ ഉപ്പ് പാത്രത്തിൻ്റെ അടുത്ത് വെക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ്. കാര്യം ഈ എണ്ണയ്ക്ക് പോസിറ്റീവിനെ എടുക്കാനും ഉപ്പിന് നെഗറ്റീവിനെ കളയാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരു നമുക്ക് അടുക്കളയിൽ തന്നെ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഭക്ഷണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ആഹാരം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ എണ്ണയും ഈ ഉപ്പും കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടല്ലാതെ വന്നാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമല്ലേ ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമുക്ക് വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്തത്. അപ്പം പൈസയുടെ ബുദ്ധിമുട്ട് കുറയുന്നതിനാണ് അടുക്കളയിൽ പട്ടിണി കുറയാന്ന് പറയുന്നത്. നമ്മളറിയില്ലേ, അടുക്കള പുകയണമെങ്കിൽ കൈ കാശ് വേണമെന്ന് പറയും, അടുപ്പ് പുകയണമെന്നുണ്ടെങ്കിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ നമ്മൾക്ക് ഒരിക്കലും ആഹാരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്നാണ് പറയുന്നത് ഈ എണ്ണയും ഉപ്പും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുക ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുക. അന്ധവിശ്വാസമൊന്നുമല്ല, ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം തന്നെയാണ് ഈ പറയുന്നത് മൊത്തം. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ വീട് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തീ കത്തിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും എല്ലാം തീയാണ് കത്തിക്കുന്നത്. വിറകടുപ്പ് വേണം, ഒരു ചിമ്മിനി വേണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പുകയില്ലാത്ത അടുപ്പായി കഴിയുമ്പോൾ ചിമ്മിനി വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ചിമ്മിനിയും കൂടെ വേണം എന്ന് പറഞ്ഞ്. അതൊക്കെ ആ ഒരു പണ്ടത്തെ ഒരു രീതിക്കുള്ള ഇത് തന്നെയാണ്. അടുപ്പിൽ ഞാൻ എന്നെയുള്ള ഇച്ചിരി അരിയെങ്കിലും ദിവസം നമ്മൾ അടുപ്പിൽ വെക്കും. അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ്. ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ നമുക്കൊരു വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ വീട് മൊത്തം പുകയ്ക്കാന്നുള്ളതല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. അടുപ്പിൽ തീ കത്തിക്കാൻ പറഞ്ഞത് ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണ്. അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്യാസ് അടുപ്പിലും കത്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ അടുപ്പൊന്നും ഉപയോഗിക്കാറില്ല. ഒന്നാമത് വിറക് കിട്ടാനില്ല, രണ്ടാമത് ആർക്കും കരിയൊന്നും പറ്റുന്നത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ വിറകടുപ്പിൻ്റെ ഇതും ഉള്ളിടത്താണെങ്കിൽ നമ്മൾ ഉപ്പ് കല്ല് വെച്ചാലും മതി. ഉപ്പ് പൊടി നമ്മളതിട്ട് മാറ്റി വെച്ച് നമ്മൾ ഉപ്പ് പൊടി എടുക്കുന്നതിന് കുഴപ്പമില്ല പാചകത്തിന്. പക്ഷേങ്കിൽ ഉപ്പുകല്ല് നമുക്ക് ആ ഒരു സൈഡ് വെക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപ്പ് പാത്രം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളിപ്പോൾ ദോശയാണെങ്കിലും എന്നതിലൊക്കെ തിരിച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ മാവൊക്കെ തെറിക്കും. ചിലർ എന്നെ നിറമൊന്നും വൃത്തിയാക്കത്തില്ല, അത് അവിടെ തന്നെ എങ്ങനെ ഇരുന്നോട്ടെ വെച്ചാൽ മടിയാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ എന്നതിലൊക്കെ നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും ഒരു എണ്ണയ്ക്കകത്ത് വറക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും വറുത്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇച്ചിരി പൊട്ടിത്തെറിച്ച് അതിലോട്ട് വീഴും. അങ്ങനെ ചില ഉപ്പ് ഭരണി കാണണം. ഉപ്പ് ഭരണിയൊക്കെയാണ് വെച്ചേക്കുന്നത്, പക്ഷേങ്കിൽ അടച്ചുമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മൊത്തം ആ അടുക്കളയിൽ എന്നൊക്കെ ഉണ്ടാക്കിയോ അതിൻ്റെ എല്ലാം വേസ്റ്റ് അതേ കാണും. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. നമ്മൾ ഈ ഉപ്പിനെ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. ഉപ്പിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് ചെന്നും കൈകൂപ്പി ഒന്ന് തൊടണമെന്നല്ല പറയുന്നത്. അത് വെക്കുന്നതിന് ഒരു ചിട്ടയും രീതിയുണ്ട്. നമ്മൾ പൈസ ബഹുമാനിക്കണമെന്ന് പറയുന്നത് തന്നെ പണം നമ്മൾ അവിടെ എവിടെയും വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ പേഴ്സ് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടാകത്തില്ല. നമുക്കത് നെഗറ്റീവായിട്ട് മാറത്തുള്ളൂ. നമ്മൾ പൈസ 1 രൂപ താഴെ നമ്മുടെ നിന്ന് അറിയാതെ പോയി അതെടുത്ത് നമ്മൾ തൊഴുതേച്ച് വേണം നമ്മുടെ അടുത്ത് വെക്കാൻ. അത്രയ്ക്ക് നമ്മൾ ആ പൈസ ഇതായിട്ട് നോക്കിക്കേ നമുക്ക് പൈസ വരുന്ന വഴികൾ നമുക്കറിയത്തില്ല. അതുപോലെ നമുക്ക് ധനവരം ഉണ്ടാകും. നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാകുക എന്ന് പറയത്തില്ല. നമ്മൾ എന്നാ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആ സർവ്വത ഐശ്വര്യത്തോടു കൂടി നമുക്ക് തിരിച്ചു കിട്ടും. അപ്പം ഈ പൈസ ഇങ്ങനെ എടുക്കുന്ന പോലെ തന്നെയാണ് ഉപ്പിൻ്റെ കാര്യം. ഉപ്പ് നമ്മൾ അവിടെ ഇവിടെ തട്ടിയിടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു ദിവസം എടുത്ത് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് എണ്ണയിൽ എടുക്കാൻ തുടങ്ങി അവിടെ നിന്ന് ആ ഭരണി എടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവെക്കും. എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് പിന്നെ ആ ഭരണി അവിടോട്ട് എന്നെ ഒതുക്കി വെച്ചേക്കും. ചിലപ്പോൾ അവിടെ തുടച്ചിട്ടുണ്ടായിരിക്കത്തില്ല, വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാം അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. എന്നാണെങ്കിലും രാവിലെ അടുക്കളയിൽ ഒരു തിരക്കെന്ന് പറയുമ്പം അതൊരു പൂരപ്പറമ്പ് പോലെ തന്നെയാകും. കാര്യം അതുപോലെ നമുക്ക് ജോലിയായിരിക്കും. ഒന്നും അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിലെങ്കിലും വീഴാൻ പാടില്ലെന്നില്ല വെച്ചാൽ അടുക്കളയിലാണെങ്കിൽ ഉറപ്പായിട്ടും വീണിരിക്കും. ഉപ്പ് വരണ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാവാണെങ്കിലും എന്നാലും തെറിക്കാതിരിക്കത്തില്ല. പക്ഷേങ്കിൽ അതങ്ങനെ തെറിച്ച് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ അതേ വീണാൽ അന്നേരം ദോഷമെന്നല്ല പറഞ്ഞത്. അതിലിപ്പോൾ എന്തെങ്കിലും പറ്റിയാലും നിങ്ങൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ അത് നല്ല വൃത്തിക്ക് തന്നെ ആക്കി നമ്മൾ വെക്കുന്തോറും അത് നമുക്ക് നല്ല ഐശ്വര്യങ്ങളും മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ ഒരു ഇതത്തെ മഹാലക്ഷ്മി കടാക്ഷമുള്ളതാണെന്നത് നമ്മൾ ഈ വീടൊക്കെ കയറി താമസത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മഞ്ഞൾ, ഉപ്പ് ഇതൊക്കെ കൊണ്ടുവന്ന് ഈ അടുപ്പും പാതകത്തിൻ്റെ അവിടെ വെക്കും. പണ്ടുള്ളൊരു തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ്. ചിലർ അത് മുറത്തി വെച്ച് അതോടുകൂടി ആയിരിക്കും കൊണ്ട് കയറുന്നത്. തലേദിവസം കൊണ്ടുവന്ന് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഒക്കെ അത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഉപ്പും മഞ്ഞളും ലക്ഷ്മി കടാക്ഷം ഉള്ളതാണ്. അത് രണ്ടും നമ്മൾ വെച്ച് ഉപ്പ് നെഗറ്റീവ് കളയും, മഞ്ഞൾ പോസിറ്റീവായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഐശ്വര്യമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സത്യമുണ്ട്. ഇപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതിൻ്റെതായ എന്തെങ്കിലും ഒരു ദോഷങ്ങൾ വരുമ്പോൾ പറയും അയ്യോ എന്നാണ് ഇങ്ങനെ വരാത്തത്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഓരോന്നും ചിന്തിച്ചു കൂട്ടും. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കും. അതുപോലെ തന്നെ വീടിനകം തുടയ്ക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി വെള്ളത്തിലൊന്നിട്ടൊന്ന് ചാലിച്ച് തുടയ്ക്കാമെങ്കിൽ ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് പെരയ്ക്കാൻ തീർക്കുമ്പോൾ. അത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവും മാറി നമുക്ക് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു ഉപ്പ് വെക്കാൻ തുടങ്ങി ഉറക്കം ശരിയാകും. നമുക്ക് ഉറക്കം ചിലരുണ്ടല്ലോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നത് നമ്മുടെ റൂമിലൊരു നെഗറ്റീവാണ് നമുക്ക് ആ ഉറക്കം കിട്ടാത്തത്. നമുക്ക് ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നമ്മുടെ സമയം പോകും. എന്നിട്ട് എപ്പോഴോ നമ്മൾ പറയില്ലേ, എപ്പോഴോ
എപ്പോഴും ഉറങ്ങിപ്പോയി, ഉറക്കം വരുന്നേ ഇല്ലായിരുന്നു. അതൊക്കെ നമ്മുടെ റൂമിലൊരു നെഗറ്റീവാണ്. ആ നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് നമുക്ക് മാറിക്കിട്ടും, നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഉപ്പെന്ന് പറയുന്ന സംഭവം ചെറിയ സാധനമൊന്നുമല്ല, ഭയങ്കര സംഭവം തന്നെയാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അത് നെഗറ്റീവിനെ ഭയങ്കരമായിട്ട് കളഞ്ഞ് നമുക്ക് പോസിറ്റീവിനെ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് ഭയങ്കര ഒരു ഐശ്വര്യമാണ്. അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഉപ്പ് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെയൊക്കെ ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇതില്ലാതെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ അധികം പറയാൻ കാര്യം വെച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളും കൂടെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക. കുപ്പി ഗ്ലാസ് എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു 3/4 ഭാഗം ഉപ്പിടുക. ഉപ്പ് കല്ലുപ്പാണ്. കല്ലുപ്പിട്ടതിന് ശേഷം അതിനകത്തൊരു 5 ഗ്രാമ്പു ഇങ്ങനെ കുത്തി വെക്കുക. കുത്തി വെക്കുക. അതിൻ്റെ മൊട്ട് മേളി വരുന്ന രീതിയിൽ കുത്തി വെക്കുക. അങ്ങനെ ഒരു 5 ഗ്രാമ്പു നമ്മൾ എടുക്കണം. 5 ഗ്രാമ്പു, അത് എടുക്കുന്ന ഗ്രാമ്പു എപ്പോഴും നല്ല ഗ്രാമ്പു ആയിരിക്കണം. ഒടിഞ്ഞതും ഒന്ന് പൊട്ടിയതൊന്നും ആയിരിക്കില്ല ഗ്രാമ്പു എടുക്കുക. നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല പൂർണ്ണ രൂപമുള്ള ഒരു ഗ്രാമ്പു ആയിരിക്കണം എടുക്കുന്നത്. അങ്ങനെ ഒരു 5 ഗ്രാമ്പു എടുക്കുക. ആ 5 ഗ്രാമ്പു നമ്മൾ എന്ന് വെച്ചാൽ ഈ ഉപ്പ് ഗ്ലാസ്സിനകത്തിട്ട് വെച്ച് ഒരു 3/4 ഭാഗം പൊട്ടുന്ന ഗ്ലാസ് മതി അതിനകത്തിട്ട് വെക്കുക. വെച്ച് അതിനകത്ത് ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ ബെഡ്റൂമിലും നമ്മുടെ ഏതെല്ലാം ബെഡ്റൂമുണ്ടോ അത്രയും ബെഡ്റൂമിൽ ചിലപ്പോൾ 3 ബെഡ്റൂമുള്ളവർ കാണും, 2 ബെഡ്റൂമുള്ളവർ കാണും, 5 ബെഡ്റൂമുള്ളവരൊക്കെ കാണും. അപ്പോൾ എത്ര ബെഡ്റൂം നിങ്ങൾക്കുണ്ടോ ആ ബെഡ്റൂം പിന്നെ നമ്മുടെ ഹോളിൻ്റെയും മൂലയ്ക്ക് ആരും കാണാത്തടത്ത് കൊണ്ടുവെക്കുക. ആരും കാണാത്തടത്ത് ഇത് കൊണ്ടുവെക്കുക. ഒരു ദിവസം ഇന്നിപ്പോൾ രാവിലെ വെച്ച് നാളെ രാവിലെ അത് അവിടെ നിന്ന് എടുത്ത് അടുത്ത റൂമിൽ കൊണ്ടുവെക്കാം. നിങ്ങൾക്ക് അടുത്ത റൂം ഈ ഒരു കുപ്പി ഗ്ലാസ്സിൽ തന്നെ മതി കേട്ടോ. വെറുതെ ഓരോ ദിവസം ഓരോ ഗ്ലാസ് മാറ്റേണ്ട, ഒരു ഗ്ലാസ് തന്നെ മതി. ആ ഗ്ലാസ്സിനകത്ത് ഈ 5 ഗ്രാമ്പു ഈ ഉപ്പും കൂടെ ആയിട്ട് അടുത്ത റൂമിലോട്ട് നമുക്ക് വെക്കാം. അങ്ങനെ ഇപ്പോൾ 2 റൂം ഉണ്ടെങ്കിൽ 2 ദിവസം അങ്ങനെ വെക്കുക. ഇപ്പോൾ ഹാളും അടുക്കള 5 റൂമും എല്ലാം കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ 5 ദിവസം വെക്കുക. വെച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞ് പിന്നെ 6ാമത്തെ ദിവസം തുടങ്ങുമ്പോൾ ആ ഉപ്പ് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുക. കമത്തിട്ടിച്ച് നല്ല പോലെ ഒന്ന് അലിപ്പിച്ച് നമ്മുടെ സിങ്കിനകത്തൂടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കളയുക. ഈ ഉപ്പ് നല്ലപോലെ അലിത്തിട്ട് വേണം നമ്മൾ കളയിട്ട്, ഉപ്പ് കല്ലായിട്ട് കളയില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റൂമിലുള്ള നെഗറ്റീവ് എനർജി പോകും. നമ്മുടെ ചില വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ ചില റൂമുകൾ ഉപയോഗിക്കാതിരുന്നുണ്ട്. അതിനകത്ത് ചിലപ്പോൾ വല്ലപ്പോഴും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് തുണി വിരിച്ചിടാനായിട്ട് എനിക്ക് മാത്രമായിട്ട് കയറുന്നത്. അല്ലാതെ ആ റൂമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല. പക്ഷേ എല്ലാ റൂമും നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തുറന്നിടുക. അതിനകത്തോട്ട് വെട്ടങ്ങൾ കയറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ ആ റൂമിൽ നിന്ന് നമ്മളൊന്ന് ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെയുള്ള അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആ റൂമിൽ പിള്ളേരെയൊക്കെ കയറ്റി ഒന്ന് ഒച്ചയും ബഹളമൊക്കെ ഒന്ന് വെപ്പിക്കുക. നമ്മൾ അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ ആ റൂമിൽ നെഗറ്റീവ് പോകുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളത് അടച്ചിട്ട് അത് മുഖമായിട്ട് തന്നെ ആ റൂം എപ്പോഴും കിടക്കുന്നെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആ റൂമിലായിരിക്കും ആദ്യം നെഗറ്റീവ് കയറുന്നത്. അത് മൊത്തത്തിൽ പിന്നെ നമ്മുടെ വീടിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാണെങ്കിലും നമ്മൾ തന്നെ എല്ലാം കയറി അതിനകത്ത് തൂക്കാനും ഒക്കെ ഒന്ന് കയറുമ്പോൾ ജനലും എല്ലാം തുറന്നിട്ട് ഒന്നും അല്ലെങ്കിൽ ഒരു ഇച്ചിരി പാട്ടും ഒക്കെ നമ്മൾ തന്നെ പാടി ആര് കേൾക്കാനാണ്, നമ്മുടെ വീടല്ലേ. അല്ലെങ്കിൽ ഒരു ഫോണിനകത്താണെങ്കിലും നമ്മൾ പാട്ടൊക്കെ ഇട്ട് ആ ഒരു ഒച്ചയൊക്കെ ഒന്ന് കേട്ട് നമ്മൾ ആ റൂം ഒരു ഇച്ചിരി ഒന്ന് അനക്കമൊക്കെ ആക്കി ഇന്ന് നമ്മൾ ഇറങ്ങുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ മാസങ്ങളുള്ള റൂം അടച്ചെടുക്കുക. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ മാസത്തിലേക്ക് ആക്കാൻ പോകുമ്പോഴത്തേക്ക് ഓരോ ദിവസം ഇരുണ്ട് കിടക്കുന്നതിനകത്തോട്ട് നെഗറ്റീവ് വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വെച്ചാൽ നെഗറ്റീവാണ് ഉള്ളത്, ഒന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപ്പ് കൊണ്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതും സർവ്വവിധ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് ആ വിളക്ക് ഇങ്ങനെ കത്തിച്ചാൽ. അതുപോലെ തന്നെ ഉപ്പും പേഴ്സിനകത്ത് ഉപ്പും പച്ചക്കർപ്പൂരും കൂടെ വെക്കുന്നത് ഞാൻ പറഞ്ഞത്. നമുക്ക് പേഴ്സിലേക്ക് പൈസ വന്ന് ഇതാകുന്ന നമുക്ക് പണവരവിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് പച്ചക്കർപ്പൂരും ഉപ്പും കൂടെ വെക്കുന്നത്. എനിക്ക് ഒത്തിരി പേരൊന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഒരുപാട് വ്യത്യാസമുണ്ട്, അങ്ങനെ ചെയ്തതിന് ശേഷം മാറ്റങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ പറഞ്ഞെടുത്ത കാര്യം മറ്റൊരാൾക്ക് പ്രയോജനപ്പെട്ടെന്ന് അറിയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇനി ഓരോരോ വീഡിയോകളിൽ വരുന്ന സമയത്ത് നമുക്ക് പറയാം. ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കടബാധ്യതകൾക്ക് നല്ല മാറ്റം വരും, നല്ല വ്യത്യാസം വരും നമ്മുടെ വീട്ടിൽ. നിങ്ങൾക്കിത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത് അറിയാൻ പറ്റും. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം വേണം, വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ചെയ്യേണ്ടത്. വിശ്വാസം ഇല്ലാതെ നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും കിട്ടത്തില്ല, നെഗറ്റീവായിട്ടുള്ളത് കിട്ടത്തുള്ളൂ. നമ്മൾ ഏതൊരു കാര്യം നമുക്കൊരു വിശ്വാസമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നാളെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസമല്ലേ നമുക്കുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയാൽ തന്നെ ഒരു വീട്ടിലെ മുഴുക്കാൽ പ്രശ്നവും മാറിക്കിട്ടും. പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു വീട്ടിലെ. അത് അനുഭവിക്കുന്നവർക്കറിയാം. അത് എന്ത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഗുണങ്ങളും അനുഭവിക്കുന്നവർക്കറിയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.